നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋഷഭ് പന്ത് 27 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയൻസിലും അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ 26 കോടി 75 ലക്ഷം രൂപയ്ക്ക് പഞ്ചാബ് കിങ്സിലേക്ക് പോയപ്പോഴും എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് KL രാഹുലിലേക്കാണ്. ഇന്ത്യയുടെ സീനിയർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ KL രാഹുലിന് എത്ര കോടി രൂപ ലഭിക്കും എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. മോക്ക് ലേലത്തിലെല്ലാം റെക്കോർഡ് പ്രതിഫലം നേടിയ രാഹുലിന് പക്ഷേ ശരിയായ ലേലത്തിൽ നിരാശപ്പെടേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് ഋഷഭ് പന്തിന്റെ പകരക്കാരനായി രാഹുലിനെ എത്തിച്ചിരിക്കുകയാണ്. 14 കോടി രൂപ പ്രതിഫലമാണ് രാഹുലിന് ലഭിച്ചിരിക്കുന്നത്. ലക്നൗ സൂപ്പർ ജയൻസ് വിട്ടുവന്ന രാഹുൽ ലേല റെക്കോർഡ് തകർക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച പ്രതിഫലത്തിലേക്ക് ഉയരാൻ KL രാഹുലിന് സാധിച്ചില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഘടകം. അവസാന സീസണിൽ ലക്നൌവിനായി രാഹുൽ കളിച്ചത് 17 കോടി രൂപയ്ക്കാണ്. ടീമിന്റെ ഉടമയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ടീം വിട്ട രാഹുൽ റെക്കോർഡ് പ്രതിഫലം സ്വപ്നം കണ്ടെങ്കിലും 14 കോടി രൂപ മാത്രമാണ് നേടാനായത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 3 കോടി രൂപ നഷ്ടം. ചെന്നൈ സൂപ്പർ കിങ്സും RCBയും രാഹുലിനായി രംഗത്തെത്തിയെങ്കിലും രാഹുലിനായി മുടക്കാൻ അത്രയും വലിയൊരു തുക മുടക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ക്ലാസിക് താരമൊക്കെ ആണെങ്കിലും മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തുന്നതാണ് താരത്തിന്റെ പ്രധാന പ്രശ്നം. മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന താരം കൂടിയാണ് രാഹുൽ. അതുകൊണ്ടാണ് രാഹുലിന്റെ പ്രതിഫലത്തിൽ കുറവ് വന്നതെന്ന് പറയാം. ഇതിനു പുറമെ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സജീവ സ്ഥാനം ഇല്ല എന്നതും രാഹുലിന് തിരിച്ചടിയായി മാറിയ ഒരു ഘടകമായിരുന്നു. നേരത്തെ RCB നായകനായി രാഹുലിനെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. രാഹുൽ RCBയിലേക്ക് എന്ന തരത്തിൽ പല റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്തു. എങ്കിലും RCB രാഹുലിൽ ഒരു പരിധിയിൽ കൂടുതൽ താല്പര്യം കാട്ടിയില്ല എന്ന് പറയാം. ഡൽഹി ക്യാപിറ്റൽസ് രാഹുലിനെ ടീമിലെടുത്തത് നായക സ്ഥാനത്തേക്ക് ആണ് എന്ന് ഉറപ്പാണ്. വിക്കറ്റ് കീപ്പർ റോളിലും നായക റോളിലും രാഹുലിനെ പ്രതീക്ഷിക്കാം. എന്നാൽ പ്രതീക്ഷിച്ച പ്രതിഫലം നേടിയെടുക്കാൻ രാഹുലിന് സാധിച്ചില്ല. അർഹിച്ചതിലും കുറവ് പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. മോശം ബാറ്റിംഗ് റെക്കോർഡുള്ള താരമാണെങ്കിലും നായകൻ എന്ന നിലയിൽ ശ്രേയസ് ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തുക ശ്രേയസിന് ലഭിച്ചത്. അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ എന്ന ക്രെഡിറ്റും ശ്രേയസിന് മേലുണ്ട്. സഞ്ജു സാംസൺ രാജസ്ഥാനായി കളിക്കുന്നത് 18 കോടി രൂപയ്ക്കാണ്. എന്നാൽ അതിലും കുറവ് പ്രതിഫലമാണ് രാഹുലിന് എന്നത് ആരാധകർക്ക്, അതായത് രാഹുൽ ആരാധകർക്ക് അംഗീകരിക്കാനാകാത്തൊരു കാര്യമായിട്ടാണ് ഇന്നലെ തന്നെ കേട്ടു തുടങ്ങിയത്. രാഹുലിന് അർഹിച്ച പ്രതിഫലമല്ല ലഭിച്ചതെന്നും പ്രകടനം കൊണ്ട് രാഹുൽ മറുപടി പറയും എന്നുമൊക്കെയാണ് രാഹുലിന്റെ ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.